പ്രൈസ് ദ ലോർഡ്. വെളിപാട് പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 21, തിരുവചനങ്ങൾ 1 മുതൽ 8 വരെ. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി. കടലും അപ്രത്യക്ഷമായി. വിശുദ്ധ നഗരമായ പുതിയ ജെറൂസലം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെപ്പോലെ സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു. ഇതാ, ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ. അവിടുന്ന് അവരോടൊത്ത് വസിക്കും. അവർ അവിടുത്തെ ജനമായിരിക്കും. അവിടുന്ന് അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും. ഇനി മരണമുണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ പറഞ്ഞു, ഇതാ, ഞാൻ സകലവും നവീകരിക്കുന്നു. അവൻ വീണ്ടും പറഞ്ഞു, എഴുതുക, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. പിന്നെ അവൻ എന്നോട് പറഞ്ഞു, സംഭവിച്ചു കഴിഞ്ഞു. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്തവും. ദാഹിക്കുന്നവന് ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും. വിജയം വരിക്കുന്നവന് ഇവയെല്ലാം അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, ദുർമാർഗികൾ, കൊലപാതകികൾ, വ്യഭിചാരികൾ, മന്ത്രവാദികൾ, വിഗ്രഹാരാധകർ, കാപട്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകമായിരിക്കും. ഇതാണ് രണ്ടാമത്തെ മരണം. ദൈവവചനമാണ് നാം കേട്ടത്. സ്നേഹമുള്ളവരെ, വെളിപാട് പുസ്തകത്തിൻ്റെ അവസാനത്തെ 2 അധ്യായങ്ങളാണ് നമ്മളിന്ന് പഠന വിഷയമാക്കുന്നത്. പ്രപഞ്ച നാടകത്തെ അവതരിപ്പിക്കുന്ന ഈ വെളിപാട് പുസ്തകം അതിൻ്റെ സമാപ്തിയിൽ എത്തുകയാണ്. ദൈവവും സാത്താനും തമ്മിലുള്ള, നന്മയും തിന്മയും തമ്മിലുള്ള, യേശുക്രിസ്തുവും സർപ്പവും തമ്മിലുള്ള സംഘട്ടനം അതിൻ്റെ അന്തിമ ദശയിലെത്തിയത് നമ്മൾ കണ്ടു കഴിഞ്ഞു. 20-ാമത്തെ അധ്യായം തിന്മയുടെ ഉന്മൂലനമാണ് അവതരിപ്പിച്ചത്. മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന, പരസ്പരം അകറ്റുന്ന തിന്മയുടെ ശക്തിയെ ദൈവം പൂർണ്ണമായും പരാജയപ്പെടുത്തി കഴിഞ്ഞു. മരണവും സർപ്പവും വ്യാജപ്രവാചകൻ തിന്മയിലേക്ക് നയിക്കുന്ന സകല ശക്തികളും ഗന്ധകമരിയുന്ന അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെടുന്നതോടുകൂടി ചരിത്രം അതിൻ്റെ അവസാന നിമിഷത്തിലെത്തുകയാണ്. അതിനുശേഷം നമ്മൾ കണ്ടു, പുസ്തകങ്ങൾ തുറക്കപ്പെട്ടു. ജീവൻ്റെ ഗ്രന്ഥത്തിൽ പേരുണ്ടായിരുന്നവരെല്ലാം ദൈവത്തോടൊന്നിച്ച് നിത്യമായി വസിക്കും, നിത്യമായി വാഴും. രാജകീയ അധികാരത്തിൽ, ദൈവരാജ്യത്തിൽ പങ്കുചേരുന്നവരായിത്തീരും. ആ അവസാനത്തിൻ്റെ ചിത്രീകരണമാണ് ഇന്ന് നമ്മളിവിടെ കാണുന്നത്. 21-ാമത്തെ അധ്യായം മനോഹരമായ ഒരു ചിത്രീകരണം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. എന്താണ്, എങ്ങനെയാണ് ഈ പുതിയ ജീവൻ, ദൈവത്തോടൊന്നിച്ചുള്ള ജീവൻ എങ്ങനെയായിരിക്കും? അത് മനുഷ്യനും കണ്ടിട്ടില്ല, അവന് വിഭാവനം ചെയ്യാൻ പോലും സാധിക്കുകയില്ല. മനുഷ്യഭാവനയിൽ പോലും കടന്നു വന്നിട്ടില്ലാത്ത ആ സ്വർഗീയ ഭാഗ്യത്തെ പരിമിതമായ വാക്കുകളുകൊണ്ട് വിവരിക്കാനുള്ളൊരു ശ്രമമാണ് ഈ 21, 22 അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത്. നമുക്ക് ഈ വാക്യങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാം. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ഇത് പ്രവാചകന്മാർ മുൻകൂട്ടി കണ്ടതാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 65-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും, ഇതാ, ഞാനൊരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. പൂർവ്വകാര്യങ്ങൾ അനുസ്മരിക്കുകയോ അവ മനസ്സിൽ വരികയോ ഇല്ല. ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞത് ഇവിടെ ഒരു യാഥാർത്ഥ്യമായി തീരുകയാണ്. ഒരു പുതിയ ആകാശം. പുതിയത് എന്ന് സൂചിപ്പിക്കാൻ ഗ്രീക്ക് ഭാഷയിൽ 2 വാക്കുകളുണ്ട്. നെയോസ് എന്നാണ് ഒരു വാക്ക്. ന്യൂസ് എന്ന് നമ്മൾ പറയും, പുതിയത്. കാലക്രമത്തിൽ പുതിയതാണ്. ഇന്നലത്തിൽ നിന്ന് പുതിയതാണ്. ഇന്ന് 10 വർഷം പഴക്കമുള്ളതിനേക്കാളും പുതിയതാണ് ഇന്ന്. പുതിയതെന്ന് പറഞ്ഞാൽ കാലക്രമത്തിലുള്ള ഒരു പുതുമയെക്കുറിച്ച് പറയുന്നത്. ഒരു പുതിയ ഷർട്ട്, പുതിയ പുസ്തകം, പുതിയ ന്യൂസ്, ഇതെല്ലാം. അതിൽ നിന്ന് വ്യത്യസ്തമാണ് കൈനോസ് എന്ന് പറയുന്നത്. അത് സത്താപരമായിട്ടും വ്യത്യാസമാണ്. വ്യത്യസ്തമായ ഒന്ന്, സമൂലമായി പുതിയതാണ്. പുതിയ ഒരു സ്വഭാവത്തെ സൂചിപ്പിക്കുക. ഇവിടെ പുതിയ ആകാശവും പുതിയ ഭൂമിയും. ആകാശവും ഭൂമിയും എന്ന് പറയുന്നത് സൃഷ്ടപ്രപഞ്ചത്തെ മുഴുവനും സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. മുകളിൽ കാണുന്ന ആകാശവും താഴെ കാണുന്ന ഭൂമി എന്ന് മാത്രമല്ല, സൃഷ്ടപ്രപഞ്ചം മുഴുവനും ഉൾക്കൊള്ളുന്നതാണ് ഈ ആകാശവും ഭൂമിയും. ഇപ്പോൾ പുതിയ ആകാശവും പുതിയ ഭൂമിയും, ദൈവം തന്നെ സത്താപരമായി വ്യത്യസ്തമായ ഒരു ആകാശവും ഒരു ഭൂമിയും സൃഷ്ടിക്കുകയാണ്. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി. ആദ്യത്തെ ആകാശം, ആദ്യത്തെ ഭൂമി, അത് പാപത്തിൻ്റെ മുദ്ര പേറുന്നതായിരുന്നു. അത് തിന്മയിലേക്ക് നയിക്കപ്പെട്ടതായിരുന്നു. അതിന് പാപം മരണത്തിലേക്ക് നയിക്കുന്നതാണ്.
മരണത്തിൽ ചെന്ന് അവസാനിക്കുന്ന പാപത്തിൻ്റെ സ്വഭാവമുള്ള പഴയ ആകാശവും പഴയ ഭൂമിയും. ആ തിന്മയായതെല്ലാം കടന്നുപോയി എല്ലാത്തിനെയും ദൈവം നവീകരിക്കുകയാണ്. കടലും അപ്രത്യക്ഷമായി എന്ന് പറയും. കടലിന് പ്രത്യേകതയുണ്ട്, രണ്ടു തരത്തിൽ. കടൽ അത് പളുങ്ക് കടലാവാം, അഗ്നിക്കടലാവാം. കടലിൽ മനുഷ്യനും ദൈവവും തമ്മിലുള്ള അകലത്തെ, അന്തരത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. ദൈവത്തിൻ്റെ സർവാതിശായിത്വം. ദൈവം മനുഷ്യനല്ല, ദൈവം മനുഷ്യനെ പോലെയുമല്ല, വ്യത്യസ്തമാണ്. ട്രാൻസെൻഡൻസ് എന്ന് പറയും. എല്ലാത്തിനും അതീതനാണ് ദൈവം. സൃഷ്ടിയിൽ നിന്ന് അനന്തമായ രീതിയിൽ അകന്നു നിൽക്കുന്നവൻ, സൃഷ്ടിക്ക് അതീതനായി നിൽക്കുന്നവൻ. ഈ ദൈവവും മനുഷ്യനും തമ്മിലുള്ള, സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള അന്തരത്തെ സൂചിപ്പിക്കാൻ ഇവയ്ക്ക് മധ്യേ ഒരു കടലിനെ കുറിച്ച് പറയും. അത് പളുങ്ക് കടലാകാം, മനോഹരമാകാം, അത് അഗ്നിക്കടലാകാം, രക്തക്കടലാവാം, ഏത് കടലുമാവട്ടെ, മനുഷ്യനും ദൈവവും തമ്മിലുള്ള അകലത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ കടൽ അപ്രത്യക്ഷമായി എന്ന് പറയുന്നത് കൊണ്ട് മനുഷ്യനും ദൈവവും തമ്മിലുള്ള അകലം ഇനി ഇല്ലാതായിരിക്കുന്നു. ദൈവം മനുഷ്യനോടുകൂടി ആയിരിക്കുന്നു, മനുഷ്യൻ ദൈവത്തോടു കൂടി ഒന്നിച്ച് ആയിരിക്കും എന്നേക്കും. രണ്ടാമതൊരർത്ഥം കൂടിയുണ്ട്. കടൽ ഭയം ജനിപ്പിക്കുന്നതാണ്. കടലിലൂടെ യാത്ര ചെയ്യുന്നവർ, പ്രത്യേകിച്ചും പായക്കപ്പലിലൊക്കെ യാത്ര ചെയ്യും, തോണി തുഴഞ്ഞു പോയിരുന്നവർ വലിയ അപകടങ്ങൾ നേരിട്ടിരുന്നു. കടലിൽ അജ്ഞാതമായ ഭീകരജീവികളുണ്ട് എന്ന് കരുതിയിരുന്നു. അതിന് റാഹാബ് എന്നും തിയാമത്തെന്നും അല്ലെങ്കിൽ ലെവിയാഥാൻ എന്നും ഒക്കെ പേര് വിളിച്ചിരുന്നു. ഇങ്ങനെയുള്ള ഭീകരജീവികൾ ഉൾക്കൊള്ളുന്ന കടൽ ഭയം ജനിപ്പിക്കുന്നവയാണ്. കടലിൽ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. ഈ കടലിനെ തന്നെ ഒരു എല്ലാത്തിൻ്റെയും ഒരു പ്രാഗ്രൂപമായി, തിന്മയുടെ പ്രാഗ്രൂപമായി അവതരിപ്പിക്കാറുണ്ട്. കടലിനെ വിഭജിച്ചാണ് ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നതായിട്ട് നമ്മൾ കാണുക. ഒരു ആദി പ്രപഞ്ചത്തിന് മുമ്പുണ്ടായിരുന്ന എല്ലാത്തിനെയും നശിപ്പിക്കുന്ന തിന്മയുടെ അവസ്ഥ, അതിനെ നമ്മൾ തിയാമത്ത് എന്ന് വിളിക്കുന്നതായി കണ്ടു എനുമ എലീഷ് എന്ന ബബിലോണിയൻ സൃഷ്ടിയെ സംബന്ധിച്ച മിത്തോളജിയിൽ. അപ്പോൾ കടൽ അപ്രത്യക്ഷമായി, ഭയപ്പെടുത്തുന്ന തിന്മയുടേതായ എല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു എന്നാണ് ഈ വാക്യം കൊണ്ട് സൂചിപ്പിക്കുക. ഇനി തിന്മയില്ല, ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. വിശുദ്ധ നഗരമായ പുതിയ ജെറൂസലം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെപ്പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സഭയെ സംബന്ധിക്കുന്ന മറ്റൊരു ചിത്രമാണ്. നമ്മൾ അനേകം ചിത്രങ്ങൾ സഭയെക്കുറിച്ച് കണ്ടു. അത് ഗർഭിണിയായ സ്ത്രീയാണ്, അല്ലെങ്കിൽ പ്രസവത്തിന് ശേഷം കുഞ്ഞിനെ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടപ്പോൾ മരുഭൂമിയിലേക്ക് പലായനം ചെയ്ത സ്ത്രീയാണ്. അത് മിശിഹായുടെ വധുവാണ്. ഇത് നഗരമാണ്, സ്വർഗീയ ജെറൂസലം. ഇവിടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ജെറൂസലമായി ഈ പുതിയ ദൈവജനത്തെ ഇവിടെ ചിത്രീകരിക്കുകയാണ്. ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെപ്പോലെ. 19-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടതാണ്. ഇവിടെ മണവാട്ടിയെ ഒരു നഗരമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അത് ഈ ഭൂമിയിലുള്ള നഗരമല്ല, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന നഗരമാണ്. സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം കേട്ടു, ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ. സ്കെനെ എന്ന പദമാണ് ഗ്രീക്കിൽ ഉപയോഗിക്കുക. സ്കെനെ, കൂടാരം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണും, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, കൂടാരമടിച്ചു എന്ന് പറയും. യേശുവിൻ്റെ മനുഷ്യാവതാരത്തോടുകൂടി ആരംഭിച്ച ഈ ദൈവത്തിൻ്റെ കൂടാരമടിക്കൽ അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് ഇപ്പോൾ ആണ്. സൃഷ്ടിയുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്ന അവസരം. സ്കെനെ, കൂടാരം എന്ന് പറയും. സ്കെനെ എന്ന ഗ്രീക്ക് പദത്തോട് അർത്ഥത്തിലും ശബ്ദത്തിലും സാമ്യമുള്ള ഒരു ഹീബ്രു പദമാണ് ഷെക്കീന. ഷെക്കീന എന്നാൽ സാന്നിധ്യം എന്നാണ് അർത്ഥം. ഇപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരു കൂടാരമായി മനുഷ്യൻ്റെ ഇടയിലേക്ക് വരുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നു. ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ. ദൈവം മനുഷ്യരുടെ മധ്യത്തിൽ കൂടാരമടിച്ചു വസിക്കും. അല്ല, ദൈവം തന്നെ ഒരു കൂടാരമായിരിക്കും. ദൈവമാണ് ഇറങ്ങി വരുന്നത്. ദൈവത്തിൻ്റെ കൂടെ മനുഷ്യരും ദൈവജനവും ഉണ്ടാവും. അപ്പോഴേ ദൈവം മനുഷ്യരോട് കൂടെ വസിക്കുന്നു. ലേവ്യരുടെ പുസ്തകം 26-ാമത്തെ അധ്യായം 11-12 വാക്യങ്ങൾ നമ്മൾ ഇപ്രകാരം കാണും. ഞാൻ എൻ്റെ കൂടാരം നിങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കും, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല, ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കും, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. ലേവ്യരുടെ പുസ്തകത്തിൽ പറഞ്ഞു വെച്ച നൽകിയ ഈ വാഗ്ദാനം ഇവിടെ യാഥാർത്ഥ്യമാകുകയാണ്. അനേകം പ്രവാചകന്മാരിലൂടെ ഈ വാഗ്ദാനം ആവർത്തിച്ചിരുന്നു. ആ വാഗ്ദാനങ്ങളെല്ലാം കൂടി സാക്ഷാത്കരിക്കപ്പെടുന്നു എന്നാണ് വെളിപാട് പുസ്തകത്തിൽ പറയുന്നത്. അവിടുന്ന് അവരോടൊത്ത് വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും, അവിടുന്ന് അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ഇതൊരു ഉടമ്പടിയുടെ ഫോർമുലയാണ്. ദൈവം മനുഷ്യനോടുകൂടി ആയിരിക്കും. നിങ്ങൾ എൻ്റെ ഉടമ്പടി പാലിക്കുന്ന പക്ഷം നിങ്ങൾ എൻ്റെ ജനമായിരിക്കും, ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കുമെന്ന് പുറപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായം 5-6 വാക്യങ്ങൾ പറഞ്ഞു വെച്ചത് ഉടമ്പടിയുടെ ഒരു ഫോർമുലയായിരുന്നു. സീനായ് മലയിലെ ഉടമ്പടി, ആ ഉടമ്പടി സ്ഥാപിച്ച സാഹചര്യത്തെ തന്നെ ലംഘിക്കപ്പെടുകയുണ്ടായി. ദൈവം മലമുകളിൽ മോശയ്ക്ക്
ഉടമ്പടിയുടെ പ്രമാണങ്ങൾ നൽകുമ്പോൾ താഴെ അഹ്റോൻ്റെ നേതൃത്വത്തിൽ ജനം കാളക്കുട്ടിയെ ആരാധിച്ച് ഉടമ്പടി ലംഘിക്കുകയായിരുന്നു. ഇങ്ങനെ ലംഘിക്കപ്പെട്ട ഉടമ്പടിയുടെ സ്ഥാനത്ത് ദൈവം ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കും എന്ന് അനേകം പ്രവാചകന്മാരിലൂടെ പറഞ്ഞു വെച്ചു. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ജെറമിയ പ്രവാചകൻ്റെ പുസ്തകമാണ്. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 31-ാമത്തെ അധ്യായത്തിൽ പുതിയ ഉടമ്പടിയെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. 31-ാമത്തെ അധ്യായം 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഗോത്രത്തോടും യൂദാ ഗോത്രത്തോടും ഞാനൊരു പുതിയ ഉടമ്പടി ചെയ്യുന്ന ദിവസം ഇതാ വരുന്നു. ഞാൻ അവരെ കൈക്കു പിടിച്ച് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നാളിൽ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി പോലെ ആയിരിക്കുകയില്ല അത്. ഞാൻ അവരുടെ കർത്താവായിരുന്നിട്ടും എൻ്റെ ഉടമ്പടി അവർ ലംഘിച്ചു. കർത്താവ് അരുളി ചെയ്യുന്നു, ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും. എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ ഞാൻ നിക്ഷേപിക്കും, അവരുടെ ഹൃദയത്തിൽ എഴുതും. ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കും. ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കും. ഈ വാഗ്ദാനം ഇവിടെ പൂർത്തിയാവുകയാണ്. അവിടുന്ന് അവരോടുകൂടി ആയിരിക്കും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ എല്ലാം തുടച്ചു മാറ്റും. എല്ലാ ദുഃഖവും അവസാനിക്കുന്ന ഒരു ചിത്രം ഇവിടെ നമ്മുടെ മുമ്പിൽ വിരിയുകയാണ്. യേശയ്യാ പ്രവാചകനിലൂടെ പറഞ്ഞു വെച്ചതാണ്. 25-ാമത്തെ അധ്യായം 8-9 വാക്യങ്ങൾ. അവിടുന്ന് മരണത്തെ എന്നേക്കുമായി ഗ്രസിക്കും. സകലരുടെയും കണ്ണീർ അവിടുന്ന് തുടച്ചു മാറ്റും. തൻ്റെ ജനത്തിൻ്റെ അപമാനം ഭൂമിയിൽ എല്ലായിടത്തും നിന്ന് അവിടുന്ന് നീക്കിക്കളയും. കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത്. അന്ന് ഇങ്ങനെ പറയുന്നത് കേൾക്കും, ഇതാ നമ്മുടെ ദൈവം, നമ്മുടെ രക്ഷയുടെ പ്രത്യാശ നാം അർപ്പിച്ച ദൈവം. ഇതാ കർത്താവ്, നാം അവിടത്തേക്ക് വേണ്ടിയാണ് കാത്തിരുന്നത്. അവിടുന്ന് നൽകുന്ന രക്ഷയിൽ നമുക്ക് സന്തോഷിച്ച് ഉല്ലസിക്കാം. അപ്പോൾ അനേകം പ്രവാചകന്മാരിലൂടെ നൽകിയ വാഗ്ദാനങ്ങൾ എല്ലാം ഇവിടെ പൂർത്തിയാവുകയാണ്. കണ്ണീർ തുടച്ചു മാറ്റും. ഇനി മരണമുണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയത് എല്ലാം കടന്നുപോയി. പഴയതെല്ലാം കടന്നുപോയി. വീണ്ടും പറയുന്നു 5-ാമത്തെ വാക്യം, സിംഹാസനത്തിലിരിക്കുന്നവൻ പറയുന്നു, ഇതാ ഞാൻ സകലവും നവീകരിക്കുന്നു. പുതിയതാകുകയാണ്, പുതിയ സൃഷ്ടിയാണ് ഇവിടെ നടക്കുന്നത്. അവൻ വീണ്ടും പറഞ്ഞു, എഴുതുക, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. ദൈവം തന്നെയാണ് പറയുന്നത് ഇവിടെ, സിംഹാസനത്തിലിരിക്കുന്നവൻ. പിന്നെ അവൻ എന്നോട് പറഞ്ഞു, സംഭവിച്ചു കഴിഞ്ഞു. ദൈവത്തിൻ്റെ മേഖലയിൽ ഇതൊരു യാഥാർത്ഥ്യമായി കഴിഞ്ഞു. പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു. പഴയത് എല്ലാം കടന്നുപോയി. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഇത് യാഥാർത്ഥ്യമാകേണ്ടിയിരിക്കുന്നു. ചരിത്രത്തിൽ മനുഷ്യൻ്റെ മേഖലയിൽ ഇനിയും സംഭവിക്കാനിരിക്കുന്നവ ദൈവത്തിൻ്റെ മേഖലയിൽ സംഭവിച്ചു കഴിഞ്ഞു എന്നാണ് സിംഹാസനസ്ഥനായ ദൈവം പറയുന്നത്. സംഭവിച്ചു കഴിഞ്ഞു. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്തവും. സിംഹാസനത്തിലിരിക്കുന്ന പിതാവായ ദൈവമാണ് ഇവിടെ പറയുക. ആദ്യത്തെ അക്ഷരമാണ് ആൽഫ. ഗ്രീക്ക് അക്ഷരമാലയിൽ ആദ്യത്തെ അക്ഷരം ആൽഫയും അവസാനത്തെ അക്ഷരം ഒമേഗയും. ഇത് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞതാണ്. ആൽഫയും ഒമേഗയും എന്ന് പറയുമ്പോൾ ആരംഭവും അവസാനവും. ആദിയും അന്തവും എന്ന് പ്രത്യേകം എടുത്തു പറയും. ആദി ആർഖെ എന്ന് പറയും. എല്ലാറ്റിൻ്റെയും തുടക്കം, എല്ലാറ്റിൻ്റെയും ഉറവിടമാണ് ആദി. ആരംഭത്തിലുണ്ടായിരുന്നത് മാത്രമല്ല, എല്ലാം അവനിൽ നിന്നാണ് തുടങ്ങുന്നത്. എല്ലാറ്റിൻ്റെയും ഉറവിടമാണ് ആദി. എല്ലാറ്റിൻ്റെയും ലക്ഷ്യമാണ് അന്തം. അവസാനിക്കുന്ന എല്ലാം ദൈവത്തിൽ നിന്ന്, എല്ലാം ദൈവത്തിൽ നിന്ന് എല്ലാം ദൈവത്തിലേക്ക്. ആരിൽ നിന്നെല്ലാം ഉണ്ടായോ, ആരിലേക്ക് എല്ലാം ചെന്നെത്തുന്നുവോ അവനാണ് ആദിയും അന്തവും. അവനെ കൂടാതെ ഒന്നുമില്ല, അവനല്ലാതെ ഒന്നുമില്ല. അപ്പോഴിങ്ങനെ ദൈവം എല്ലാറ്റിൻ്റെയും ഉറവിടവും എല്ലാത്തിൻ്റെയും ലക്ഷ്യവുമായ ദൈവമാണ് പറയുന്നത്, ക്ഷണിക്കുന്നത്. ദാഹിക്കുന്നവന് ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും. ഇത് മുൻകൂട്ടി അറിയിച്ചതാണ്. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 55-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും, ദാഹാർത്തരെ ജലാശയത്തിലേക്ക് ഒരുവൻ, നിർധനൻ വന്ന് വാങ്ങി ഭക്ഷിക്കട്ടെ, വീഞ്ഞും പാലും സൗജന്യമായി വാങ്ങിക്കൊള്ളുക. ദാഹാർത്തരെ ജലാശയത്തിലേക്ക് ഒരുവൻ. ഇത് വെറും കുടിനീരിൻ്റെ മാത്രം പ്രശ്നമല്ല, നിത്യജീവനിലേക്ക് നയിക്കുന്ന ജലമാണ് ആവശ്യം. അത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായം 37-38 വാക്യങ്ങളിലും അതുപോലെ തന്നെ 4-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിലും ഒക്കെ എടുത്തു പറഞ്ഞതാണ്. ദാഹിക്കുന്നവൻ ഒന്ന് കുടിക്കട്ടെ, എന്ന് വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും എന്ന് യേശു വാഗ്ദാനം ചെയ്തതാണ്. നിത്യജീവനിലേക്ക് നയിക്കുന്ന ജീവൻ്റെ ഉറവ മറ്റൊന്നുമല്ല, പരിശുദ്ധാത്മാവ് തന്നെയാണ്. ദാഹിക്കുന്നവൻ ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും. വിജയം വരിക്കുന്നവന് ഇവയെല്ലാം നിത്യജീവൻ അവൻ അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ഇതാണ് ഉടമ്പടിയുടെ വാഗ്ദാനം. ഇപ്പോൾ ഒരു പുതിയ ഉടമ്പടി ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ്. ദൈവത്തിൻ്റെ മക്കളാക്കി നമ്മളെ മാറ്റുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്ന് പാനം ചെയ്യുന്നവൻ ദൈവത്തിൻ്റെ മകനും മകളുമായി മാറുന്നു. ഇതാണ് നമുക്ക് നൽകുന്ന ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം. ഇതാണ് ദൈവത്തിൻ്റെ മകനായിരിക്കുക, ദൈവത്തിൻ്റെ മകളായിരിക്കുക, ദൈവത്തോട് ഒന്നിച്ചായിരിക്കുക. എന്നാൽ ഇതിൽ പങ്കുചേരാൻ സാധിക്കാത്ത 8 ഗണം ആളുകളെക്കുറിച്ച് അല്ലെങ്കിൽ 8 വ്യത്യസ്ത അവസ്ഥകളെക്കുറിച്ച് പറയുന്നുണ്ട്.
ഭീരുക്കൾ, അവിശ്വാസികൾ, ദുർമാർഗികൾ, കൊലപാതകികൾ, വ്യഭിചാരികൾ, മന്ത്രവാദികൾ, വിഗ്രഹാരാധകർ, കാപട്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകമായിരിക്കും. തുടങ്ങുന്നത് ഭീരുക്കളാണ്. ഭയം ഉള്ളവർ എന്ന് മാത്രമല്ല അർത്ഥമാകുന്നത്. ഭീരു എന്ന് ഇവിടെ പറയുന്നത് ദൈവരാജ്യത്തെ ഉള്ള പ്രതീക്ഷയേക്കാൾ കൂടുതൽ സ്വന്തം ജീവനെ, ശാരീരികമായ ജീവനെക്കുറിച്ച് ഭയപ്പെടുന്നവനാണ്. അപ്പോൾ ദൈവത്തെ തിരസ്കരിക്കാനായി ഭയത്താൽ പ്രേരിതനാകുന്നവരാണ് ഭീരുക്കൾ. സുവിശേഷം സ്വീകരിക്കുന്ന വ്യക്തികൾ ആ സുവിശേഷത്തിൻ്റെ പേരിൽ ക്ലേശങ്ങളും പീഡനങ്ങളും ഏൽക്കേണ്ടി വരും. അപ്രകാരമുണ്ടാകുന്ന നഷ്ടങ്ങളും സഹനങ്ങളും ഏറ്റെടുക്കാൻ മടിച്ച് സുവിശേഷം തിരസ്കരിക്കുന്നവരെയാണ് ഭീരുക്കളെന്ന് പറയുക. അപ്പോൾ ഭീരുക്കൾക്ക് ദൈവരാജ്യത്തിൽ സ്ഥാനമുണ്ടാവുകയില്ല. മറ്റൊരാളുടെ തലയെടുക്കാനുള്ള ധൈര്യമല്ല ഇവിടെ പറയുന്നത്. സ്വന്തം ജീവൻ കൊടുക്കാൻ മടിക്കാത്ത ആ ഒരു ധീരതയാണ്. അതല്ലാത്തവർ ഭീരുക്കളായിത്തീരും. സഹനത്തെ ഭയന്ന് ദൈവത്തെ നിഷേധിക്കുന്നവർ, എന്തെങ്കിലും മറ്റ് ലാഭങ്ങളെ ഓർത്ത് ദൈവത്തെ നിഷേധിക്കുന്നവർക്ക് ഇവിടെ സ്ഥാനമുണ്ടാവുകയില്ല. കൊലപാതകികൾ പലതരത്തിലുമാകാം, ശാരീരികമായും മാനസികമായും വധിക്കുന്നവരാകാം. വ്യഭിചാരികൾ, അത് വിഗ്രഹാരാധനയെ കൂടി സൂചിപ്പിക്കുന്ന ലൈംഗിക ധാർമ്മികതയെക്കുറിച്ചുള്ള സൂചന. മന്ത്രവാദികൾ, പിശാചിൻ്റെ കൂട്ടുപിടിച്ചുകൊണ്ട് കാര്യം നേടാൻ ശ്രമിക്കുന്നവർ. അവസാനം കാപട്യക്കാർ, ഉള്ളിലൊന്ന് വെച്ചുകൊണ്ട് മറ്റൊന്ന് ചിന്തിക്കുന്നു. ഭക്തനാണെന്ന് നടിക്കുകയും അതേസമയം ദൈവഭക്തിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ഹിപ്പോക്രസി എന്ന് പറയും. ഇങ്ങനെ കാപട്യക്കാരും ഭീരുക്കളുമായവർ, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ ധിക്കരിച്ച് ജീവിക്കുന്നവർ, അവർക്ക് ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകമായിരിക്കും. ഇതിനാണ് നരകമെന്ന് വിളിക്കുക. ഇതിനാണ് രണ്ടാമത്തെ മരണമെന്ന് വിശേഷിപ്പിക്കുക. ഇങ്ങനെ പൊതുവായിട്ട് പറഞ്ഞതിന് ശേഷം വളരെ ഡീറ്റെയിൽ ആയിട്ട് വിശദാംശങ്ങളിലേക്ക് കടന്ന് ഈ സ്വർഗീയ ജെറൂസലമിനെ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. വിശദീകരിക്കാൻ സാധിക്കാത്ത, കണ്ണ് കണ്ടിട്ടില്ലാത്ത, കാത് കേട്ടിട്ടില്ലാത്ത, മനുഷ്യഹൃദയങ്ങളിലോ ഭാവനയിലോ കടന്നിട്ടില്ലാത്ത ആ ഒരു മനോഹരമായ ദൈവ അനുഭവത്തെയാണ് ഇവിടെ ബാഹ്യമായ വാക്കുകൾ കൊണ്ട് വിവരിക്കാനായിട്ട് ഗ്രന്ഥകാരൻ ശ്രമിക്കുന്നത്. അവസാനത്തെ 7 മഹാമാരികൾ നിറഞ്ഞ 7 പാത്രങ്ങൾ പിടിച്ചിരുന്ന 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് പറഞ്ഞു, വരൂ, കുഞ്ഞാടിൻ്റെ മണവാട്ടിയെ ഞാൻ നിനക്ക് കാണിച്ചു തരാം. കുഞ്ഞാടിൻ്റെ മണവാട്ടിയായിട്ട് ഇവിടെ ചിത്രീകരിക്കപ്പെടുന്നത് ഒരു നഗരമാണ്, സ്വർഗീയ ജെറൂസലം. അവൻ അനന്തരം ഉയരമുള്ള ഒരു മലയിലേക്ക് എന്നെ ആത്മാവിൽ കൊണ്ടുപോയി. സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്ന വിശുദ്ധ നഗരിയായ ജെറൂസലമിനെ എനിക്ക് കാണിച്ചു തന്നു. ദൈവത്തിൻ്റെ ശോഭയുള്ള വിശുദ്ധ നഗരി. ഇത് ഒരു സ്ത്രീയായിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നത്, വധുവായി. ഈ സ്ത്രീയും 17-ാമത്തെ അധ്യായത്തിൽ കണ്ട മഹാവേശ്യയും 2 ധ്രുവങ്ങളിലാണ് നിൽക്കുന്നത്. മൃഗത്തിൻ്റെ മേൽ ഉപവിഷ്ടയായ വേശ്യയുടെ ബദലായി മറുഭാഗത്ത് നിൽക്കുന്ന സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്ന മനോഹരിയായ കുഞ്ഞാടിൻ്റെ മണവാട്ടി. മണവാട്ടി എന്ന് പറയുന്നത് ദൈവജനമാണ്. അതിനെ വിശുദ്ധ നഗരി എന്നും വിശുദ്ധ ജനമെന്നും വിശേഷിപ്പിക്കും. അതിന് ദൈവത്തിൻ്റെ തേജസ്സുണ്ടായിരുന്നു. അതിന് തിളക്കം അമൂല്യമായ രത്നത്തിനും സൂര്യകാന്തക്കല്ലിനുമൊപ്പം. അത് സ്ഫടികം പോലെ നിർമ്മലം. അനേകം പ്രതീകങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. സ്ഫടികത്തിൻ്റെയും രത്നങ്ങളുടെയും അമൂല്യമായ മുത്തുകളുടെയും ഒക്കെ പ്രതീകങ്ങളിലൂടെ ഇതിൻ്റെ മനോഹാരിതയെ വർണ്ണിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ നഗരത്തിൻ്റെ വർണ്ണന പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് ബൃഹത്തും ഉന്നതവും ആയ മതിലും 12 കവാടങ്ങളും ഉണ്ടായിരുന്നു. ആ കവാടങ്ങളിൽ 12 ദൂതന്മാർ. കവാടങ്ങളിൽ ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരുന്നു. 12 കവാടങ്ങളിലെ ഇസ്രായേൽ ഗോത്രങ്ങളുടെ പേരുകൾ. ഇനി നഗരത്തിൻ്റെ മതിലിന് 12 അടിസ്ഥാനങ്ങളുണ്ടായിരുന്നു. അവയിന്മേൽ കുഞ്ഞാടിൻ്റെ 12 അപ്പസ്തോലന്മാരുടെയും പേരുകൾ. നമ്മൾ 24 ശ്രേഷ്ഠന്മാരെന്ന് നമ്മൾ 4-5 അധ്യായങ്ങൾ കണ്ടതാണ് പിന്നീട് പലതവണ. 24 ശ്രേഷ്ഠന്മാരെ പോലെ ഇവിടെ 24 പേര്, 12 അടിസ്ഥാനങ്ങളും 12 വാതിലുകളും. ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൂടുമ്പോൾ ദൈവജനത്തിൻ്റെ പൂർണ്ണതയാവും. ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൂടുമ്പോൾ ദൈവജനത്തിൻ്റെ പൂർണ്ണതയാവും. ഇസ്രായേലും, പഴയ ഇസ്രായേലും പുതിയ ഇസ്രായേലും. പക്ഷേ ഇസ്രായേൽ മാത്രമല്ല, ദൃശ്യമായ സഭ മാത്രമല്ല, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന, യേശുവിലൂടെ രക്ഷ ലഭിക്കുന്ന എല്ലാ ജനതകളും ഇതിൽ ഉൾക്കൊള്ളുന്നു എന്ന് നമ്മൾ തുടർന്ന് കാണും. എന്നോട് സംസാരിച്ചവൻ്റെ അടുക്കൽ നഗരവും അതിൻ്റെ കവാടങ്ങളും മതിലുകളും അളക്കാൻ സ്വർണം കൊണ്ടുള്ള അളവുകോലുണ്ടായിരുന്നു. നഗരം സമചതുരമായി സ്ഥിതി ചെയ്യുന്നു. അതിന് നീളത്തോളം തന്നെ വീതി. അവൻ ആ ദണ്ട് കൊണ്ട് നഗരം അളന്നു. 12,000 സ്ഥാദിയോൺ. 12,000 സ്ഥാദിയോൺ എന്ന് പറയുമ്പോൾ ഏകദേശം 2250 കിലോമീറ്റർ ആണ് ദൈർഘ്യം. അതിൻ്റെ വീതിയും നീളവും ഒരുപോലെ സമചതുരം. അതിൻ്റെ നീളവും വീതിയും ഉയരവും തുല്യം. ഉയരവും 2250 കിലോമീറ്റർ, അഥവാ 12,000 സ്ഥാദിയോൺ. 12 × 1000 12,000. അത് പൂർണ്ണതയെ സൂചിപ്പിക്കുന്ന സംഖ്യയാണ്. 12 അപ്പോസ്തലന്മാരുടെ 12 ഗോത്രങ്ങളുടെ ദൈവജനത്തിൻ്റെ പൂർണ്ണതയെ സൂചിപ്പിക്കുന്നു. ഇതിൻ്റെ നീളവും വീതിയും ഉയരവും തുല്യമെന്ന് പറയുമ്പോൾ ഇതിനെ
ജെറൂസലം ദേവാലയത്തിലെ അതിവിശുദ്ധ സ്ഥലത്തോട് ഉപമിക്കുന്നു എന്നുകൂടി ഓർക്കുക. അതിവിശുദ്ധ സ്ഥലത്തിന് 20 മുഴം നീളവും വീതിയും ഉയരവും ഉണ്ടായിരുന്നു. അഥവാ 30 അടി നീളം, 30 അടി വീതി, 30 അടി ഉയരം. ഇതായിരുന്നു അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞ ഒരു നീളവും വീതിയും ഉയരവും തുല്യമായിട്ടുള്ള 12x1000 സ്ഥാദിയോൺ ഉള്ള ഈ നഗരം വിശുദ്ധ സ്ഥലം പോലെയാണ്. വിശുദ്ധ സ്ഥലം ദൈവത്തിൻ്റെ വാസസ്ഥാനമായി, ദൈവത്തിൻ്റെ ഷെക്കിന അഥവാ ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രകടമാകുന്ന സ്ഥലമായിട്ടാണ് പഴയ നിയമത്തിൽ കണ്ടിരുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഈ പുതിയ നഗരം ദൈവത്തിൻ്റെ വാസസ്ഥലമാണ്. അവനതിൻ്റെ മതിലും അളന്നു. മനുഷ്യൻ്റെ തോതനുസരിച്ച് 144 മുഴം. അതുതന്നെയായിരുന്നു ദൂതൻ്റെ തോതും. വീണ്ടും 12ൻ്റെ ഗുണിതമാണ്. 12x12 144. ഇപ്പം 144 മുഴം ഉയരമുള്ള വലിയ ഒരു മതിൽ. ഇനി ഈ മതിലിൻ്റെ പ്രത്യേകത, നഗരത്തിൻ്റെ അടിസ്ഥാനങ്ങൾ എല്ലാത്തരം രത്നങ്ങൾ കൊണ്ട് അലങ്കൃതമാണ്. 12 രത്ന വീടുകൾ എടുത്തു പറയുന്നു. അതിലൂടെ ഈ നഗരത്തിൻ്റെ മനോഹാരിത, ദൈവത്തിൻ്റെ ജനം, ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ മണവാട്ടിയായ ദൈവജനം എത്ര മനോഹരിയാണ് എന്ന് മാത്രമേ ഇതിൽ നിന്ന് അർത്ഥമാക്കുന്നുള്ളൂ. 22ാമത്തെ വാക്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നഗരത്തിൽ ഞാൻ ദേവാലയം കണ്ടില്ല. ജെറൂസലം പട്ടണത്തിൽ ദേവാലയമുണ്ട്. ദേവാലയം ജെറൂസലം പട്ടണത്തിൻ്റെ കേന്ദ്രമായിരുന്നു. ഏത് ഗ്രാമത്തിലും ദേവാലയം കാണും സാധാരണ വിശ്വാസികളുടെ ഇടയിൽ. അത് ക്ഷേത്രമായിരിക്കാം, മോസ്കായിരിക്കാം, ക്രിസ്ത്യാനികളുടെ പള്ളിയായിരിക്കാം, എവിടെയുമാവട്ടെ ദൈവജനമുള്ളിടത്ത് ദൈവത്തിൻ്റെ ഒരു ആലയം, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനും പ്രാർത്ഥിക്കാനും ഒഴിച്ചുകൂടാനും പറ്റുന്ന ഒരു ആലയം എല്ലായിടത്തും കാണുന്നതാണ്. പക്ഷേ ഈ നഗരത്തിൽ മാത്രം ദേവാലയം കണ്ടില്ല. എന്തുകൊണ്ടെന്നാൽ സർവശക്തനും ദൈവവുമായ കർത്താവും കുഞ്ഞാടുമാണ് അതിലെ ദേവാലയം. ദൈവം തന്നെ ആലയമായി മാറുന്നു. പുതിയ ആകാശവും പുതിയ സൃഷ്ടി നടക്കുമ്പോൾ അവിടെ പിന്നെ ദേവാലയം എന്ന് പ്രത്യേകമായിട്ടുണ്ടാവുകയില്ല. ദൈവം തന്നെയാണ് എല്ലാവരുടെയും ആലയം. എല്ലാവരും ദൈവത്തിനായിരിക്കുന്നു, ദൈവത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. പൗലോസ് അരയോപഗത്തിൽ വെച്ച് പറഞ്ഞ പ്രസംഗത്തിൽ നാം അവരിൽ നിന്ന് അകലെയല്ല, അവൻ നമ്മിൽ നിന്നും അകലെയല്ല, നാം അവനിലാണ് ചരിക്കുന്നത്, അവനിലാണ് നാം ജീവിക്കുന്നത്, അവനിലാണ് നാം ആയിരിക്കുന്നത്. അപ്പോൾ ദൈവത്തോട് ഒന്നിച്ചായിരിക്കുക, ദൈവം തന്നെ നമ്മുടെ കൂടാരമാവുക, ദൈവം തന്നെ ഭവനമാവുക, ദൈവമാവുന്ന ഭവനത്തിൽ നമുക്ക് വസിക്കാൻ സാധിക്കുക. ഇതാണ് ദൈവം തന്നെ ആലയമായി മാറുന്ന സാഹചര്യത്തെക്കുറിച്ചുള്ള വിവരണം. നഗരത്തിന് പ്രകാശം നൽകാൻ സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ ആവശ്യമുണ്ടായിരുന്നില്ല. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. അതിൻ്റെ ദീപം കുഞ്ഞാടാണ്. 36-ാം സങ്കീർത്തനം 9-ാമത്തെ വാക്യം. അങ്ങിലാണ് ജീവൻ്റെ ഉറവ, അങ്ങയുടെ പ്രകാശത്തിലാണ് ഞങ്ങൾ പ്രകാശം കാണുന്നത്. ദൈവമാണ് പ്രകാശം. യേശു പറഞ്ഞു, ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശം, എന്നെ അനുഗമിക്കുന്ന അന്ധകാരത്തിൽ നടക്കുന്നില്ല. യേശുവിനെ പ്രകാശമായി ചിത്രീകരിച്ചു, യേശു സ്വയം ചിത്രീകരിച്ചു പ്രകാശമായി. ഇവിടെ അതൊരു യാഥാർത്ഥ്യമായി കാണുകയാണ്. സൂര്യൻ്റെ ആവശ്യമില്ല, ചന്ദ്രൻ്റെ ആവശ്യമില്ല. നമുക്കിവിടെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെയാണല്ലോ ഭൂമിയിൽ പ്രകാശം പകരുന്നത്. പക്ഷേ പുതിയ സൃഷ്ടി, പുതിയ ലോകത്ത് ഇങ്ങനെ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ആവശ്യമില്ല. ദൈവം തന്നെ ആണ് പ്രകാശം. അതിൻ്റെ ദീപം കുഞ്ഞാടാണ്. ഞാൻ ലോകത്തിന് പ്രകാശമാകുന്നു എന്ന് പറഞ്ഞവൻ. അതിൻ്റെ പ്രകാശത്തിൽ ജനതകൾ സഞ്ചരിക്കും. ജനം എന്ന് മാത്രമല്ല, ഇസ്രായേൽ ജനം മാത്രമല്ല, എല്ലാ ജനതകളും. ഒരു സാർവത്രിക രക്ഷയെക്കുറിച്ചുള്ള സൂചനയാണ് ഇവിടെ കാണുന്നത്. അതിൻ്റെ പ്രകാശത്തിൽ ജനതകൾ സഞ്ചരിക്കും. എല്ലാവരെയും പ്രകാശിപ്പിക്കുന്ന പ്രകാശത്തെക്കുറിച്ച് യോഹന്നാൻ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഭൂമിയിലെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും. അതിൻ്റെ കവാടങ്ങൾ പകൽ സമയം അടയ്ക്കപ്പെടുകയില്ല. അവിടെയാകട്ടെ രാത്രി ഇല്ലതാനും. എപ്പോഴും പ്രകാശം, എപ്പോഴും പകൽ. ജനതകൾ തങ്ങളുടെ മഹത്വവും ബഹുമാനവും അതിലേക്ക് കൊണ്ടുവരും. എല്ലാവർക്കും പ്രവേശനം അനുവദിക്കുന്നതാണ് ഈ നഗരം. അതിൻ്റെ കവാടങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ്, ഒരിക്കലും അടയ്ക്കാതെ. പക്ഷേ അവിടെ പ്രവേശിക്കാൻ സാധിക്കാത്ത ചിലരുണ്ട്. കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അവിടെ പ്രവേശിക്കൂ. അശുദ്ധമായതൊന്നും മ്ലേച്ഛതയും കൗടില്യവും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ കുഞ്ഞാടിൻ്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്നത് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന അവർ മാത്രമേ ഈ നിത്യജീവനിൽ പങ്കുകാരാകുകയുള്ളൂ. അല്ലാത്തവർ ഗന്ധകമരിയുന്ന അഗ്നിതടാകത്തിലേക്ക് എറിയപ്പെടും, അഥവാ നിത്യമരണത്തിന് അർഹരായിത്തീരും, ശിക്ഷിക്കപ്പെടും എന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. 22-ാമത്തെ അധ്യായത്തിലേക്ക്. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതും സ്ഫടികം പോലെ തെളിഞ്ഞതുമായ ജീവജലത്തിൻ്റെ നദി അവൻ എനിക്ക് കാണിച്ചു തന്നു. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 47-ാമത്തെ അധ്യായത്തിൽ ദേവാലയത്തിലെ ബലിപീഠത്തിനടിയിൽ നിന്ന് ഒഴുകി വരുന്ന നദിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു പുനരാവിഷ്കരണം പോലെ തോന്നും ഇവിടെ. സിംഹാസനത്തിൻ്റെ മുമ്പിൽ നിന്ന്, ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്ന സ്ഫടികം പോലെ തെളിഞ്ഞ ജീവജലത്തിൻ്റെ നദി. ഇത് പ്രത്യേകം നോക്കുക. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന്, ഇപ്പോൾ പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ ദൈവത്തിൻ്റെയും സിംഹാസനത്തിൻ്റെ അടിയിൽ നിന്ന് പുറപ്പെടുന്ന ജീവജലത്തിൻ്റെ അരുവി അത് മറ്റൊന്നുമല്ല, പരിശുദ്ധാത്മാവ് തന്നെയാണ്.
പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവൻ എന്ന് പിന്നീട് പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണം കൊടുക്കും സഭ പഠനത്തിൽ, വിശ്വാസ പ്രമാണത്തിൽ. ജീവജലത്തിൻ്റെ നദി, അവൻ്റെ വിശ്വസിക്കുന്ന ഹൃദയത്തിൽ നിന്ന് ഒഴുകും എന്ന് പറഞ്ഞ ജീവജലത്തിൻ്റെ നദി ഇവിടെ കാണുകയാണ്. എനിക്ക് കാണിച്ചു തന്നു. നഗരവീതിയുടെ മധ്യത്തിൽ നദിയുടെ ഇരുഭാഗങ്ങളിലുമായി 12 തരം ഫലങ്ങൾ കായ്ക്കുന്ന ജീവൻ്റെ വൃക്ഷം നിൽക്കുന്നു. ജീവൻ്റെ നദി, ജീവൻ്റെ വൃക്ഷം. നമ്മൾ നേരത്തെ കാണുകയുണ്ടായ ജീവൻ്റെ വൃക്ഷം പർദീസായിലെ വൃക്ഷത്തെ സൂചിപ്പിക്കുക. അത് മറ്റൊന്നുമല്ല, യേശു ക്രിസ്തു തന്നെയാണ്. അവൻ ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കാൻ കൊടുക്കും എന്ന് യേശു പറഞ്ഞു. യേശുവിനെയാണ് ജീവൻ്റെ വൃക്ഷമായി കണക്കാക്കുക. യേശുവിലൂടെയാണ് നമുക്ക് ജീവൻ ലഭിക്കുക. പരിശുദ്ധാത്മാവിനെയാണ് ജീവൻ്റെ നദിയായി വിശേഷിപ്പിക്കുക. അപ്പോഴും നിത്യജീവനിലേക്ക് നമ്മളെ നയിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെ യേശു ക്രിസ്തുവാണ്. മാസം തോറും ഫലം തരുന്നു. ആ വൃക്ഷത്തിൻ്റെ ഇലകൾ രോഗശാന്തിക്ക് ഉള്ളവയാണ്. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 47-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിൽ അത് വ്യക്തമായിട്ട് എടുത്തു പറയുന്നുണ്ട്. ഈ ജീവൻ്റെ അരുവിക്കരയിലുള്ള വൃക്ഷത്തിൻ്റെ ഇല രോഗശാന്തിക്ക് ഉപകരിക്കുന്നതാണ്. ഇനിമേൽ ശപിക്കപ്പെട്ടതായി ഒന്നും ഉണ്ടായിരിക്കുകയില്ല. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിൽ ഉണ്ടായിരിക്കും. അവർ അവിടുത്തെ മുഖം ദർശിക്കും. ഏറ്റവും വലിയ ആഗ്രഹം ഇതാണ്. മോശ കർത്താവിനോട് ആവശ്യപ്പെട്ടതായിരുന്നു, എനിക്ക് അവിടുത്തെ മുഖം കാണണം. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു: നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്. നാം എന്തായിത്തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു, അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ നാം അവിടുത്തെ പോലെയാകും. അവിടുന്ന് ആയിരിക്കുന്ന പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും. ഇതാണ് ദൈവിക ദർശനം, ബെയാറ്റിഫിക് വിഷൻ എന്നൊക്കെ പറയും. ദൈവത്തെ കാണുക, ദൈവത്തോട് നിശ്ചായിരിക്കുക. ഇനി ഒരിക്കലും അവിടെ രാത്രി ഉണ്ടാവുകയില്ല. അവിടുത്തെ നാമം അവരുടെ നെറ്റിത്തടത്തിലുണ്ടായിരിക്കും. ദൈവത്തിൻ്റെതാണ് നമ്മൾ എന്ന് ദൈവം തന്നെ അംഗീകരിക്കും. അതുകൊണ്ടാണ് സൂര്യൻ്റെ പ്രകാശം ആവശ്യമില്ല, നമ്മളെല്ലാം ദൈവത്തിൻ്റെ മക്കളായിരിക്കും. ദൈവത്തോട് നിശ്ചായിരിക്കും. ഇതാണ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, എല്ലാ തിന്മകളിൽ നിന്നും മോചിച്ച്, പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും മോചിച്ച്, കണ്ണീരും ഉറവിളിയുമില്ലാത്ത, വേർപാടും ദുഃഖവുമില്ലാത്ത വലിയ മനോഹരമായ ദിവസം ഞങ്ങൾക്കോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അങ്ങയെ കാണുന്നത് മാത്രമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങയുടെ സന്നിധിയിൽ മറ്റെല്ലാം മറക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കൂടി ആയിരിക്കാൻ, അങ്ങയുടെ ഭവനത്തിൽ എന്നും വസിക്കാൻ, അങ്ങാവുന്ന ഭവനത്തിൽ നിത്യമായി അങ്ങയെ കാണാൻ, അങ്ങയെ സ്തുതിക്കാൻ ഞങ്ങൾക്കവിടുന്ന് കൃപ നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.